കേരളത്തിലെ ട്രെയിൻ യാത്രയ്ക്ക് വേഗം കൂടുമോ? കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കേവലം 5.5 മണിക്കൂറിൽ എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ. പക്ഷേ അതിന് പുതിയ അതിവേഗ റെയിൽപാതയല്ല പരിഹാരം. നിലവിലുള്ള ട്രാക്കിലെ വളവുകളും സാങ്കേതിക നിയന്ത്രണങ്ങളും കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും വലിയ യാത്രാ പ്രശ്നങ്ങളിലൊന്ന് വടക്ക് തെക്ക് ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി വരുന്ന സമയം തന്നെയാണ്. ഇതിന് പരിഹാരമായി നിലവിലെ റെയിൽപാതയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നുണ്ട്. ട്രെയിനുകളുടെ വേഗം നിയന്ത്രിക്കുന്ന ട്രാക്കിലെ വളവുകൾ കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനുള്ള സർവേ പൂർത്തീകരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇതോടൊപ്പം ട്രാക്ക് നവീകരണവും സിഗ്നലിംഗ് സംവിധാനങ്ങളുടെ ആധുനികവൽക്കരണവും ഒക്കെ ലക്ഷ്യമിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് വളവുകൾ പ്രധാനമാകുന്നതെന്ന് ചോദിച്ചാൽ, ട്രെയിൻ ട്രാക്കിലെ വളവുകൾക്ക് സമീപം സുരക്ഷയ്ക്കായി വേഗപരിധി കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ട്രെയിനിന് ഒരു സെക്ഷനിൽ ഉയർന്ന വേഗത കൈവരിച്ചാലും തൊട്ടടുത്ത വളവിലെത്തുമ്പോൾ വീണ്ടും വേഗത കുറയ്ക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള നിരവധി വേഗ നിയന്ത്രണങ്ങൾ കേരളത്തിലെ റെയിൽപാതയിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. ഈ വളവുകൾ നികത്തിയാൽ തന്നെ കൂടുതൽ വേഗം കൈവരിക്കാൻ സാധിക്കും. ഈ നിയന്ത്രണങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞാൽ യാത്രാസമയം കുറയ്ക്കാനും അതിലൂടെ കഴിയും. റെയിൽവേയുടെ ദീർഘകാല ലക്ഷ്യവും ഇതുതന്നെയാണ്. ചില പാതകളിൽ ട്രെയിനുകളുടെ പരമാവധി വേഗം എന്നത് 160 കിലോമീറ്റർ വരെ ഉയർത്തുക എന്നുള്ളതാണ്. എന്നാൽ അതിന് പറ്റിയ ട്രാക്കിൻ്റെ നിലവാരം നമുക്കില്ല. വളവുകൾ, സിഗ്നലിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ ഇതൊക്കെ തന്നെ ഇതിന് പ്രതികൂലമാണ്. ഇതൊക്കെ അനുയോജ്യമാക്കി എടുത്താൽ മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ കഴിയൂ. മംഗളൂരു ഷൊർണൂർ പാതയുടെ ശേഷി വർദ്ധിപ്പിക്കാനും ഷൊർണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള കന്യാകുമാരി വരെയുള്ള പാതയിൽ അധിക ട്രാക്ക് ഒരുക്കാനുള്ള നടപടികളും ഇപ്പോൾ ചർച്ചയിലുള്ള വിഷയം തന്നെയാണ്. ട്രാക്ക് വികസനത്തിനൊപ്പം തന്നെ സിഗ്നലിംഗ് സംവിധാനത്തിൻ്റെ നവീകരണവും ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഇത് പൂർത്തീകരിച്ചാൽ കേരളത്തിലൂടെ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് ഇപ്പോഴത്തെ വേഗപരിധിക്കുള്ളിൽ കൂടുതൽ കാര്യക്ഷമമായി ഓടാൻ കഴിഞ്ഞേക്കും. ഈ 5.5 മണിക്കൂർ എന്ന് പറയുന്ന സമയം അത് യാഥാർത്ഥ്യമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇതാണ് ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം. കാസർഗോഡ് തിരുവനന്തപുരം യാത്ര 5.5 മണിക്കൂറിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും ഇത് ഉടൻ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ട്രാക്ക് നവീകരണം, വളവ് നിവർത്തൽ, സിഗ്നലിംഗ് മാറ്റം, അടിസ്ഥാന സൗകര്യ വികസനം, അങ്ങനെ ഘട്ടം ഘട്ടമായി മാത്രമേ ഇതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇത് ഉറപ്പായ യാത്രാസമയമല്ല നിലവിൽ. എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പരിഹരിച്ചാൽ, പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കിയാൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമായി തന്നെ ഇതിനെ നമുക്ക് നോക്കിക്കാണാം. അതിവേഗ റെയിൽ വരാതെ തന്നെ കേരളത്തിൽ നിലവിലെ റെയിൽപാതയുടെ വേഗം കൂട്ടാനുള്ളൊരു ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.